ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും മരുന്നും അതുപോലെ കഞ്ഞിയൊക്കെ കഴിച്ചിട്ടൊക്കെ അങ്ങനെ ഇരിക്കുക. ആ സമയത്ത് പിന്നെ കാണിക്കുന്ന ആൻ്റണി ആട്ടോ. ആൻ്റണി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ആൻ്റണിയുടെ കൂടെയുള്ള ആൾ ആൻ്റണിയുടെ കൈയൊക്കെ തിരുമ്മി കൊടുക്കുകയാണ്. ഇതിനൊരു പണി അവനോട്ട് കൊടുക്കണമല്ലോ ആൻ്റണി എന്ന് പറയുമ്പം ചെറിയ തോതിലൊന്നും അവനോട്ട് കൊടുത്താൽ പോരാ, അവനോട്ട് നല്ല പണി തന്നെ കൊടുക്കണമെന്ന് ആൻ്റണി പറയുക ഈ കൂടെയുള്ള ആളോട്. അപ്പോൾ അതിനുള്ളത് പ്ലാൻ ചെയ്യണമെന്ന്. ഈ സമയത്താണ് നമ്മുടെ ശ്രുതിയും അതുപോലെ മീരയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ഇതാര് ശ്രുതിയോ, എന്താ വന്നത് എന്ന് ചോദിച്ചു. വലിയ കാര്യമായിട്ട് കാശിൻ്റെ ആവശ്യമെല്ലാം ആണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ടൈറ്റ് ആട്ടോ എന്ന് പറയുമ്പം അത് കാശിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ വന്നത്, ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാണെന്നിങ്ങനെ ഈ ശ്രുതി പറയുന്നു. എന്നെ ഒരുത്തൻ ടോർച്ചർ ചെയ്യുന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ, അതിന് അവനിപ്പോൾ ജയിലിലല്ലേ ഉള്ളതെന്ന് ആൻ്റണി ചോദിച്ചു. ജയിലിൽ നിന്നൊക്കെ അവൻ എന്നെ പുറത്തിറങ്ങി ആൻ്റണി. വീണ്ടും അവൻ എന്നോട് വലിയൊരു തുക ആവശ്യപ്പെട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ കാശ് തരില്ല എന്ന് പറയണമെന്ന് പറയുമ്പോൾ അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക ആൻ്റണി എന്ന് ശ്രുതി അന്നേരം പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞു അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുവാണ് മീരയുടെ നേരെ. അല്ല, ഒരു കാരണം എന്തായാലും അതിനുണ്ടാകുമല്ലോ. നീ ഇങ്ങനെ പേടിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ നീ പേടിക്കുന്നേ? അപ്പം അതെന്തിനാ ആൻ്റണി നീ അറിയുന്നേ? നീ ഇപ്പം ഇവള് പറയുന്ന ഹെൽപ്പ് ഒന്ന് ചെയ്തു കൊടുക്കാൻ മീര പറഞ്ഞു. അപ്പം ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ചെറിയൊരു തുകയാണ് അവൻ ആദ്യം എന്നോട് ആവശ്യപ്പെട്ടത്. അത് പിന്നെ കൂടി വന്നു. പിന്നെ അവൻ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ അവന് കാശ് കൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവൻ ആവശ്യപ്പെടുന്നത് 5 ലക്ഷം രൂപയാണെന്നും പിന്നെ ഞാനത് എങ്ങനെ കൊടുക്കാനാണെന്നും ശ്രുതി ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആൻ്റണി ഒന്ന് ഞെട്ടി. എൻ്റെ കയ്യിലാണെങ്കിൽ അത്രയും കാശൊന്നും ഇല്ല ആൻ്റണി. അവനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണോ ആൻ്റണി? അവൻ ഇനി എന്നെ തേടി വരാൻ പാടില്ല. എന്നോട് അവൻ കാശ് ആവശ്യപ്പെടുകയും ചെയ്യരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം എന്നിങ്ങനെ പറയുമ്പോൾ ആൻ്റണി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ സച്ചി ഇടിച്ച കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ശരത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവനിങ്ങനെ ആലോചിക്കുക ഈ ആൻ്റണി. എന്നിട്ട് ഇന്നിങ്ങനെ ആലോചിച്ചിട്ട് കാശൊന്നും വേണ്ട, ആ നവീൻദാസിൻ്റെ ശല്യം ഞാനങ്ങ് ഒഴിവാക്കി തരാമെന്ന് ആൻ്റണി ശ്രുതിയോട് പറയണം. അപ്പോൾ ശ്രുതിക്ക് സന്തോഷമായി. പകരം എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. എന്ത് ഹെൽപ്പാ? അല്ല, ഞാനത് ഹെൽപ്പാണ് നിനക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി ഇരുന്നിങ്ങനെ ആലോചിക്കുക. സച്ചി നിൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അയ്യോ ശ്രുതി ഞെട്ടി. അതൊക്കെ ഇവനറിയാവോ? എന്നങ്ങനെ ഓർത്തിട്ടെ അതെങ്ങനെ ആൻ്റണിക്കറിയാം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. ശരത്ത് അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം പറയൂ കേട്ടോ. അപ്പോൾ ഇവൾ എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഒന്ന് പറയാൻ പറഞ്ഞു മീര. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നിൻ്റെ അമ്മായിയമ്മയുടെ 1 ലക്ഷം രൂപ പകല് നട റോട്ടിൽ വെച്ച് ഒരുത്തൻ മോഷ്ടിച്ചുകൊണ്ട് പോയില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആ കള്ളൻ ആരാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്കറിയില്ല, അത് വേറെ ആരുമല്ല, രേവതിയുടെ അനിയനാണെന്ന് പറഞ്ഞു. അപ്പോൾ കാശ് കാണുന്നില്ല, അത് നീയാണ് എടുത്തതെന്നും പറഞ്ഞ് നിൻ്റെ അമ്മായിയമ്മ അവനെ അന്ന് അപമാനിച്ചില്ലേ, കള്ളനെന്നൊക്കെ വിളിച്ചത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ ദേഷ്യത്തിന് അന്ന് അവൻ ചെയ്തതാണെന്ന കാര്യവും ആൻ്റണി ശ്രുതിയോട് പറയണു. അപ്പോൾ ഒരു പാലവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ, അതാണ് ഇവർ ഉദ്ദേശിച്ചത്. അവനാണ് കാശ് മോഷ്ടിച്ചതെന്നുള്ള കാര്യം സച്ചിക്ക് നേരത്തെ അറിയാമായിരുന്നു. അവനത് ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. സച്ചിക്ക് അറിയാമെന്നോ? അറിയാം. സച്ചി ശരത്തിൻ്റെ കൈ ഒടിച്ചതിൻ്റെ കാരണവും അത് തന്നെയാണെന്ന കാര്യവും പറയുക. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. ശരത്ത് നിങ്ങളുടെ അമ്മായിയമ്മയുടെ കാശ് മോഷ്ടിക്കുന്നതിൻ്റെ CCTV വീഡിയോ സച്ചിയുടെ ഫോണിലുണ്ടെന്നുള്ള കാര്യവും ഇങ്ങനെ പറയണു. അപ്പോൾ സച്ചി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇരിക്കുക. അതെടുത്ത് എൻ്റെ ഫോണിലേക്ക് ഒന്ന് അയക്കണം, ഞാൻ ആ വീഡിയോ റിലീസ് ചെയ്യും എന്നൊക്കെ പറയുമ്പം അല്ല, ഇതറിഞ്ഞിട്ടും ആൻ്റണി എന്താ ഇത് ഇത്രയും നാളും ആരോടും പറയാതിരുന്നത് എന്ന് ശ്രുതി ചോദിക്കുക. രഹസ്യമാക്കി വെച്ചല്ലേ? അതെന്തിനായിരുന്നു? ഇപ്പം എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ കാര്യമുണ്ട്, അതൊന്നും നീ അറിയണ്ട. എന്തായാലും നീ ആദ്യം എനിക്ക് ആ വീഡിയോ എൻ്റെ ഫോണിലേക്ക് ഇട്ടതാ. ആ വീഡിയോ എൻ്റെ ഫോണിൽ വന്നാലോ അടുത്ത നിമിഷം തന്നെ നവീൻദാസിനെ ഞങ്ങൾ പൊക്കിയിരിക്കും, അതിന് സംശയമൊന്നും വേണ്ട. നീ എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. സച്ചിയുടെ ഫോണിൽ നിന്ന് ഞാനിത് എടുത്ത് തരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇവനോട് പറഞ്ഞു. എന്നിട്ട് ഇവൻ തമ്മിൽ ആ ഡീൽ അങ്ങ് ഉറപ്പാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ഷോറൂമിലേക്ക് ഒരച്ഛനും ഒരമ്മയും ഒരു മോളും കൂടി വരും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവർ നേരെ ഹോട്ടൽ, അതായത് നമ്മുടെ ശ്രീകാന്ത് ജോലി ചെയ്യുന്ന ഹോട്ടലിലേക്കും വരുന്നു. അപ്പം
അങ്ങനെ അവർ വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരൻ ശ്രീകാന്തിനോട് ഇന്ന ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവരല്ല, ഭാര്യയെ കൂടാതെ വേറൊരു പെണ്ണും കൂടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, നീ നോക്കിക്കേ എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇവർ പരസ്പരം പരിചയപ്പെടുന്നു. അപ്പോൾ ഇത് ശ്രീകാന്ത് എന്നൊക്കെ പറയുമ്പോൾ ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ് പ്രിയ മേഡം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. നമ്മുടെ ഹോട്ടലിലെ ചാർജ് മേഡം ഏറ്റെടുക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഡാഡി കുറച്ച് നാൾ മാറി നിൽക്കുന്നു, ഞാനൊരു കൈ നോക്കുന്നു, അത്രയും ഇതിനെ കണ്ടാൽ മതി എന്നൊക്കെ പറയുക. അപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു. ശ്രീകാന്ത് എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ ശ്രീകാന്തിനോട് ഇവരെ പറ്റി പറയുവാണ് അവിടുത്തെ മാനേജർ. അതിനുശേഷം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ അടുത്തൊരു വില്ലത്തി വേഷമാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ ഇവളാണ് ഇന്ന് മുതൽ ഇനി ഇൻചാർജ്, ഇവളുടെ കൂടെ എല്ലാത്തിനും ഉണ്ടാവണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഓൾ ദി വെരി ബെസ്റ്റ് എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി. അതിനുശേഷം പിന്നെ പുള്ളിക്കാരിയാണെങ്കിൽ വന്ന് നമ്മുടെ ശ്രീകാന്തിനോട് കടയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞു തരാം മേഡം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ക്യാബിലേക്ക് പോവുകയും ചെയ്തു. വന്നത് കണ്ടിട്ടൊരു ചാടക്കാരിയാന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നെ കൊളുത്തിട്ടുണ്ടെന്ന് ആടാ തോന്നണേ എന്നൊക്കെ കൂട്ടുകാരൻ പറയും. ചുമ്മാ പോടാ അവിടെ നിന്ന് പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് വരും കേട്ടോ. അപ്പോൾ വർഷ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഈ മേഡവും നമ്മുടെ ശ്രീകാന്തും കൂടെ വർത്താനം പറയുക. അപ്പോൾ അങ്ങനെ ഇവർ അവിടുത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ശ്രീകാന്ത് അവിടുത്തെ മെയിൻ ഷെഫാണല്ലോ. അപ്പോൾ ശ്രീകാന്തിൻ്റെ ഒരു പെർഫോമൻസിനെ പറ്റിയൊക്കെ ഈ പുള്ളിക്കാരി ഇങ്ങനെ ശ്രീകാന്തിനോട് വളരെ ഇതായിട്ട് സംസാരിക്കുമ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോൾ മേഡം എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശ്രീകാന്ത് വിളിക്കുന്നു. ജസ്റ്റ് കോൾ മീ പ്രിയ, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓക്കെ പ്രിയ എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ ശ്രീകാന്ത്. അപ്പോൾ ഓക്കെ ഇവർ രണ്ടുപേരും ക്യാഷ്വലായിട്ട് കൈയൊക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് അവിടുത്തെ അടുത്ത സ്റ്റാഫ് വന്നു. പുള്ളിക്കാരിക്ക് അവിടുത്തെ ആ ഒരു ബ്രൗഷറും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ വർഷ വീട്ടിലേക്ക് വന്നേക്കുക, വർഷ കടയിലേക്ക് വന്നേക്കുക. വർഷ ഇങ്ങനെ വന്ന് ഇവരെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് വർഷയെ കണ്ടില്ല. അപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ട് നോക്കി, ആരാ വന്നേക്കുന്നത് നോക്കിയെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ഹായ്, അപ്പോൾ ഹായ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പം ഒരു മിനിറ്റേ എന്നും പറഞ്ഞതേ പ്രിയ മേഡത്തിനോട് പറയാനായിട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് ചെന്നു. മേഡം 1 സെക്കൻഡ് എന്ന് പറയുമ്പം പ്രിയ 1 സെക്കൻഡ് ഐ എം സോറി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ശ്രീകാന്ത് എന്നിട്ട് നേരെ വർഷയുടെ അടുത്തേക്ക് ചെന്നു. നീ എന്താ നേരത്തെ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞു, വലതും കഴിക്കാമെന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞു. അപ്പം അത് നോക്കിയേ, അത് ഓണറിൻ്റെ മോളാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം. അവരാ ഇനി ഇത് നടത്താൻ പോകുന്നത്. അവർക്ക് ഹോട്ടലിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം, ജിമ്മിനെ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം, ഒന്ന് ചുറ്റി കാണിക്കണമെന്നൊക്കെ പറയുമ്പോൾ ചുറ്റി കാണിക്കാൻ ഇതെന്താ മ്യൂസിയം ആണോ എന്ന് ചോദിച്ചു വർഷ. അപ്പോൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു കേട്ടോ. ഒന്നിങ്ങ് വരുമോ എന്ന് വിളിച്ചപ്പോൾ പക്ഷേ നീ ഇവിടെ നിൽക്കാൻ ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോണു. എന്നിട്ട് ഇവരുമായിട്ട് ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളും. അപ്പോൾ ശ്രീകാന്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. വർഷം ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുക. അപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര അറിവാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എനിക്ക് പഞ്ച്വാലിറ്റി വളരെ നിർബന്ധമാണെന്നൊക്കെ ഇങ്ങനെ പറയണു ഈ പുള്ളിക്കാരി. 1 സെക്കൻഡ് പോലും വരാൻ ലേറ്റ് ആവരുത്. പിന്നെ നിങ്ങളാരും എന്നെ ബോസായി കാണരുത്. ഞാൻ നിങ്ങളെ ബോസായി കണ്ടോളാം എന്നൊക്കെ പറയുമ്പം എന്തൊക്കെ ഇവള് പറയുന്നേ എന്ന് വർഷം ഇങ്ങനെ സ്വയം ചിന്തിക്കാം. ചെറിയ ലൂസ് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ നിങ്ങളുടെ ജോലികൾ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരെ പറഞ്ഞു വിട്ടു. അപ്പോൾ ശ്രീകാന്ത് അങ്ങ് പോയപ്പോഴത്തേക്കും ശ്രീകാന്ത് എന്ന് പറഞ്ഞു പിന്നെയും വിളിച്ചു. നിങ്ങളുടെ നമ്പർ ഒന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ശരി പറയാം, നമ്പറും കൊടുത്തു. വർഷം ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. അപ്പോൾ വർഷ ഇതാണ് ഞങ്ങളുടെ ഓണറുടെ മോള്, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. പ്രിയ ഇതെൻ്റെ വൈഫാ വർഷ എന്ന് പറയുമ്പം ശ്രീകാന്ത് ആര് മാരീഡ്? അപ്പം യെസ്. വർഷം എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഓ ശ്രീകാന്തിനെ കണ്ടാലേ മാരീഡ് ആണെന്ന് പറയില്ല കേട്ടോ എന്ന് പ്രിയ പറഞ്ഞു. അപ്പോഴും വർഷ ചിരിക്കുന്നു. വളരെ യങ്ങാ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും വർഷ ചിരിക്കുന്നു. അപ്പം ഭയങ്കരമായിട്ട് ഇമ്പ്രസ്സായി ഞാൻ ഇയാളിൽ, ഇയാൾക്ക് വലിയ ഫ്യൂച്ചർ ഉണ്ടെന്നൊക്കെ പറയുമ്പം ഇത് ഞാനും പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് വർഷ പുള്ളിക്കാരിയോട് പറയുക. അത് പുള്ളിക്കാരിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ശരി എന്നായിക്കോട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ സംസാരിക്കാം. അപ്പോൾ പോട്ടെ, ഓക്കെ ബൈ, സീ ദെൻ, ഓക്കെ ബൈ. പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പം ശ്രീകാന്തേ ഇവള് ബോസാണോ അത് ലൂസാണോ എന്ന് ചോദിച്ചു. വർഷ വേണ്ട, അവൾ എന്തൊക്കെയാ പറയണേ? നീ മാരീഡ് ആണെന്ന് പറഞ്ഞപ്പോഴേ അതിൽ വിഷയല്ലേ വേണ്ടേ? നിന്നെ കണ്ട മാരീഡ് ആണെന്ന് തോന്നുന്നില്ല എന്നത്ര. എന്നെ മറ്റുള്ളവർ പുകഴ്ത്തുന്ന എനിക്ക് ഇഷ്ടമല്ലേ? അതെ, പുകഴ്ത്തുന്ന കുറച്ച് ഓവറാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് വിശക്കൊന്ന് ശ്രീകാന്ത് വല്ലതും കഴിക്കാൻ തരാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പോയി കഴിക്കാമെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരി വന്ന് കയറിയ ഉടനെ ഞാൻ ഇറങ്ങിപ്പോയാ പ്രിയ എന്ത് വിചാരിക്കും എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ വർഷം അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. നീ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകും കേട്ടോ എന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങ് പോയി. വർഷയ്ക്ക് ദേഷ്യം വന്നു. വർഷം എന്നിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശ്രുതി വീട്ടിലെത്തി.
സച്ചിയുടെ ഫോൺ അടിച്ചു മാറ്റുന്നതിനെ പറ്റിയുള്ള ഗവേഷണത്തിലാണ്. അവർ ഉറങ്ങുമ്പോൾ ഫോൺ എടുക്കാം, അതാ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ റൂമിൽ വന്നിരുന്ന് ചിന്ത തുടങ്ങി. അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി വരുന്നതോ പോകുന്നതോ സംസാരിക്കുന്നതോ ഒന്നും ശ്രുതി ശ്രദ്ധിക്കുന്നില്ല. ശ്രുതി വന്നിട്ട് ഏതാണ്ടൊക്കെ പറഞ്ഞു, പക്ഷേ ശ്രുതി അതൊന്നും ശ്രദ്ധിച്ചില്ല. ശ്രുതി, നീ എന്താ ഇങ്ങനെ ഇത്രമാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരേണ്ടിയിരുന്നില്ല, പുറത്തുനിന്ന് കഴിച്ചാൽ മതിയായിരുന്നു. സമയം പോയി, ഇപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞു ശ്രുതി. അല്ല, നീ ഷോറൂമിലേക്ക് ചെല്ല്, ഞാനൊന്ന് കുറച്ച് സമയം ഉറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു കിടക്കാൻ നോക്കുമ്പോൾ ശ്രുതി എന്താ ഇത്? ശ്രുതി ഷോറൂം പൂട്ടിക്കാൻ നിൽക്കരുത് കേട്ടോ, വന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക. അതെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രിയായി. ശ്രീകാന്തും വർഷങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. രണ്ടുപേരും കൂടെ വഴക്കാം. ഞാൻ എത്ര നേരമായി നിന്നെ വെയിറ്റ് ചെയ്യുന്നു, നീ എത്ര നേരം എൻ്റെ ടൈം സ്പോയിൽ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. നിനക്ക് നേരത്തെ വീട്ടിൽ വന്നാൽ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ജോലി സ്ഥലത്ത് ഇതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമല്ല വർഷം, നീ ഡബിങ് കഴിഞ്ഞ് വരാൻ ചിലപ്പോൾ വൈകാറല്ലോ, ഞാൻ അതിന് വല്ലതും പറയാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ ശ്രീകാന്തെ വേണ്ട, ഇനി എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ എൻ്റെ സ്വഭാവം മാറും. ശരി വാ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് എന്നിട്ട് വർഷയും വിളിച്ച് അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ ഇവരകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും രേവതി തലക്കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടു. ഇത് കണ്ടപ്പോൾ ഇവർ പേടിച്ച് പോയി. ഓടി കയറി ചെന്നിട്ട് അയ്യോ എന്ത് പറ്റി രേവതി ചേച്ചി, ഇതെന്താ പറ്റിയതെന്ന് ചോദിച്ചങ്ങ് ചെല്ലുക. അത് പിന്നെ എന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചി അത് അവിടെ നിന്ന് കേട്ടിട്ട് ഓടി വന്നു. അത് പിന്നെ വണ്ടിയിൽ നിന്ന് വീണാമെന്ന് പറഞ്ഞു. അപ്പോൾ തലയിടിച്ചാ വീണതേ, ഭാഗ്യത്തിന് കൂടുതലൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞാൽ സച്ചിയും ചാടിക്കറി അങ്ങ് പറഞ്ഞു. അപ്പോൾ രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. അച്ഛനും തൊട്ടരികിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനത്തെ രേവതി പഴത്തൊലിയിൽ എങ്ങാണ്ടാ ചവിട്ടിയതെന്ന് തോന്നുന്നു. അതുകൊണ്ടെങ്ങാണ്ടാ എന്നെ വീണതെന്ന് തോന്നുന്നത്. അപ്പോൾ നീ എന്താ പറഞ്ഞേ? പഴത്തൊലി തെറ്റി വീണെന്നോ? അതെ അച്ഛാ. അല്ല, നീ സ്കൂട്ടറിൽ നിന്ന് വീണെന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. നേരത്തെ അങ്ങനെയാണോ ഞാൻ പറഞ്ഞേ? നീ അങ്ങനെ തന്നെയാ പറഞ്ഞേ, അങ്ങനെ തന്നെയാ നീ പറഞ്ഞതെന്ന് അച്ഛൻ. അപ്പോഴത്തേക്കും സച്ചി അല്ല, നീ സ്കൂട്ടറിൽ നിന്ന് വീണെന്നാണല്ലോ പറഞ്ഞിട്ട് ഇപ്പം എന്തെങ്ങനെ? അയ്യോ, ഒരു ബൈക്ക് മുന്നിലൂടെ വന്നപ്പോൾ രേവതി സൈഡ് കൊടുത്തതാണോ? അങ്ങനെയൊക്കെയാണല്ലോ നീ പറഞ്ഞേ. പിന്നെന്താ നീ ഇപ്പം ഇങ്ങനെ പറയുന്നേ? ഇപ്പം പഴത്തൊലി ചവിട്ടി വീണാന്നൊക്കെ പറയുന്നത്. ഇതെന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊന്നും അല്ല അച്ഛാ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്, വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും എന്ത് സച്ചേട്ടാ സംഭവിച്ചത് പറയാൻ പറഞ്ഞു. അന്നേരം ശ്രീകാന്തേ, എടാ രണ്ടും കൂടിയാടാ സംഭവിച്ചത്, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ സത്യം പറയാം രേവതി മോളെ, നിന്റെ തലയിൽ എങ്ങനെ മുറിവ് പറ്റിയെന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു. അത് പിന്നെ അച്ഛാ അത് എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുക. അച്ഛാ താഴെ വീണും മുറിവ് പറ്റിയതാണെന്ന് രേവതി പറയണു. അപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞില്ല. കണ്ടോ, അച്ഛന് വെറുതെ ചുമ്മാ തോന്നുന്നതാ, എന്നാലും ഇതങ്ങനെ അല്ലല്ലോ എന്നും പറഞ്ഞ് അച്ഛൻ ഇരിക്കുന്നു. ചേച്ചി സത്യം പറ, പഴത്തൊലി തെറ്റി വീണതാണോ അത് വണ്ടിയിൽ നിന്ന് വീണതാണോ? അപ്പോൾ രണ്ടും കൂടിയാണെന്ന് പറഞ്ഞു. എന്താ രേവതി മോള് ഇത് തന്നെയാണല്ലോ പറയുന്നതെന്ന് പറഞ്ഞ അച്ഛൻ. മോളെ ആളെ കുഴപ്പിക്കാതെ എന്താന്ന് വെച്ചാൽ ഉള്ള കാര്യം അങ്ങ് പറ, ഒന്നിലും ഉറപ്പിക്കാൻ പറഞ്ഞു. അത് പിന്നെ അച്ഛാ, ഞാൻ സ്കൂട്ടറിൽ പോവുമായിരുന്നേ. അപ്പോൾ ഞാൻ വളവിലെത്തിയപ്പോൾ പെട്ടെന്നൊരു ബൈക്ക് മുന്നിൽ വന്നു. ഞാൻ ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. കാല് നിലത്ത് കുത്തിയപ്പോഴേ അവിടെ ഒരു പഴത്തൊലി കിടപ്പുണ്ടായിരുന്നു. ഞാൻ ചവിട്ടിയത് അതിലായിപ്പോയി, അങ്ങനെ കാല് തന്നെ പോയതാന്ന് പറഞ്ഞു. അല്ല, ആദ്യം സച്ചേട്ടൻ നടന്നു വരുമ്പോൾ പഴത്തൊലി കാല് ചവിട്ടിയെന്നല്ലേ പറഞ്ഞേ, ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്നും ചോദിച്ചുകൊണ്ട് രണ്ടുപേരെയും മാറി ഇവർ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കാം. ഇവർ പറയുന്നതൊന്നും അങ്ങോട്ട് ഏക്കണവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.